കേരളത്തിൽ പോലീസിനടക്ക് RSS വൽക്കരണം നടക്കുന്നുണ്ട് എന്ന് ആദ്യമായി പറഞ്ഞത് ആനി രാജയാണ്. അതായത് CPIയുടെ നേതാവാണ്, ഘടകകക്ഷിയുടെ നേതാവാണ്. അതിനുശേഷം നമുക്കറിയാം MR അജിത് കുമാർ RSSൻ്റെ നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഈ RSSുമായി ഒരു ചങ്ങാത്തം പിണറായിക്കുണ്ടെന്നും ആ പിണറായിക്കുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടനിലക്കാരനായിട്ടാണ് MR അജിത് കുമാർ പ്രവർത്തിച്ചതെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് പൂരം കലക്കിയത് എന്നുമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇതിനേക്കാളൊക്കെ മുമ്പ് നിങ്ങൾക്കൊരുപക്ഷെ ഓർമ്മയുണ്ടാവും, നമ്മുടെ പിണറായി വിജയൻ സർക്കാർ രണ്ടാം സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഗവൺമെൻറ്റിൽ ഒന്നാം സർക്കാരിൻ്റെ കാലത്തൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം ശിവശങ്കരൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ചെന്ന് ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ന്യായീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം MN സ്മാരകത്തിലും ഘടകകക്ഷികളെയും ഒക്കെ ചെന്ന് കണ്ട് അദ്ദേഹം കൺവിൻസ് ചെയ്യുന്ന പോലെയും അദ്ദേഹം ഏറ്റെടുത്തു. പിന്നീട് അദ്ദേഹം കുറേ കാലം ജയിലിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അദ്ദേഹം ഒരു ആത്മകഥയൊക്കെ എഴുതി നിർവൃതി അടഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അതിന് ശേഷം അദ്ദേഹം എഴുതിയ ആത്മകഥയ്ക്ക് ശേഷം അതിന് ബദലായിട്ട് സ്വപ്ന സുരേഷ് ആത്മകഥ വന്നതോടുകൂടി സ്വന്തം ആത്മകഥ ആകെ തകർന്ന് തരിപ്പണമായി പോയി. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് പുതിയൊരു വിവാദം കൂടി നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ളത്. അത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യവസായ വകുപ്പ് സെക്രട്ടറി, മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു ഒക്ടോബർ 31 പെട്ടെന്നൊരു വെളിപാടുണ്ടായിട്ട് അദ്ദേഹം ഒരു മല്ലു ഹിന്ദു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തുടങ്ങി. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ ഹിന്ദു, ക്രിസ്ത്യൻ, ഇനി പാഴ്സി, ജൈന ഗ്രൂപ്പുകളൊക്കെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പ് തുടക്കാൻ തോന്നി. അദ്ദേഹം ഗ്രൂപ്പ് തുടങ്ങി 31 ഗ്രൂപ്പ് തുടങ്ങിയിട്ട് പിന്നെ അദ്ദേഹം രാത്രി ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അതിൻ്റെ അപകടം മനസ്സിലാക്കി ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ അദ്ദേഹം റിമൂവ് ചെയ്തു. ആ റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അപകടം മനസ്സിലാക്കി അദ്ദേഹം അടുത്തൊരു തരികിട അടിച്ചു. യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് മാത്രം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു, അത്ര വലിയ അപകടത്തിൽപ്പെടില്ലായിരുന്നു. കാരണം ഹിന്ദു മല്ലു ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അതിനകത്ത് ആ ഗ്രൂപ്പിനകത്തേക്ക് ഏതെങ്കിലും തീവ്ര ആശയങ്ങളോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെസ്സേജുകളോ ഇട്ടാൽ മാത്രമേ അത് കുഴപ്പമാവുള്ളൂ, നിയമപരമായി തെറ്റാവുകയുള്ളൂ. ഒരു ഡീസൻ്റായിട്ടുള്ള പ്രവർത്തനമല്ലാതെ ഒരു മര്യാദയുടെ ലംഘനമാണ്, ഒരു വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും നിയമപരമായിട്ട് അതിനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് അതിബുദ്ധിമാനായിട്ടുള്ള IASകാരൊക്കെ കുറേ കൂടി ബുദ്ധിയുള്ളവരാണല്ലോ. കാരണം ഒരു 10 ലക്ഷം പേരൊക്കെ എഴുതുന്നതിൽ ഏതാണ്ട് 2000-3000 പേർക്ക് കിട്ടുന്നതാണ്. അതിൽ തന്നെ IAS കിട്ടുന്നത് 500-600 പേർക്കൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളായതുകൊണ്ട് ഇവർക്ക് ബുദ്ധി കൂടുതലായതുകൊണ്ട് ഇവർ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു പണി കൂടി ചെയ്തു. ആ പണി ചെയ്തത്, ഇദ്ദേഹം സ്വന്തം ഫോൺ ആരോ ഹാക്ക് ചെയ്തുവെന്നും ഇദ്ദേഹം തന്നെ ചെയ്തതല്ല എന്ന് പറഞ്ഞ് ഒക്ടോബർ 1 തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടൊരു പരാതി കൊടുത്തു. അപ്പോൾ ഈ പരാതി കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസുകാരൊക്കെ കുറേ കൂടി വിശാലഹൃദയരായതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു പരാതി കിട്ടിയാൽ ആ ഹാക്ക് ചെയ്യപ്പെട്ട ഉപകരണം അപ്പം തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതാണ്. പക്ഷേ അത് ഇവർ കസ്റ്റഡിയിൽ എടുത്തില്ല, കാരണം അത് മൊബൈൽ ഫോണാണ്. പകരം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണന് തോന്നിയിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ടൊരു ഫോൺ ഇവർക്ക് കൈമാറി. ആ ഫോണെന്ന് പറയുന്നത് ആപ്പിളിൻ്റെ 12 Pro ഫോണാണ്. ആപ്പിളിൻ്റെ 12 Pro ഫോൺ കൈമാറിയത് ഇദ്ദേഹത്തിൻ്റെ ഒരു കോമഡി ആയിരുന്നു, തമാശയായിരുന്നു. രസികനാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഈ ഫോൺ കൈമാറിയ ഫോൺ യഥാർത്ഥത്തിൽ ആ ഫോണിനകത്ത് വാട്സാപ്പിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോലുമില്ല, അതായത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ രസികനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ കാണിച്ച തമാശയ്ക്ക് പോലീസുകാർ ക്ഷമിച്ചു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയിട്ട് യഥാർത്ഥത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള സാംസങ്ങിൻ്റെ ഫോൺ കൂടി അവർക്ക് കൈമാറി. പക്ഷേ കൈമാറുന്നതിന് മുമ്പ് നമ്മുടെ ഗോപാലകൃഷ്ണൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, അത് 2 തവണ ഫോർമാറ്റ് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ റിട്രീവ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം അസാധ്യമാകുന്ന രീതിയിലുള്ളൊരു പണിയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് അറിയാത്തൊരു കാര്യം, പോലീസ് വിചാരിച്ചാൽ വേണമെങ്കിൽ അതിൽ നിന്ന് വീണ്ടും തെളിവുകൾ റിട്രീവ് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ മറ്റു ഉദ്യോഗസ്ഥരെ വിളിച്ച് വേണമെങ്കിൽ പോലീസിന് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഗ്രൂപ്പിലേക്ക് പെടുത്തിയിട്ടുള്ള ആളുകളെ. ഇതൊന്നും പോലീസ് ചെയ്തില്ല. പോലീസ് ഇതിന്മേൽ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം, അതായത് ഇദ്ദേഹത്തിൻ്റെ ഹിന്ദു മല്ലു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെക്കുറിച്ച് പരാമർശം വന്നപ്പോൾ അതിന്മേൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും കഴിയാത്തതിൻ്റെ കാരണം വളരെ വിചിത്രമാണ്. ആ ഗ്രൂപ്പിനകത്ത് പെട്ടിട്ടുള്ള ആരെങ്കിലും പരാതിയുമായി പോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടാണ് കൊടുത്തത്. ആ ഗ്രൂപ്പിനകത്ത് ഇദ്ദേഹം ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അത് പ്രശ്നമാകുമെന്നുണ്ടപ്പോൾ ഇദ്ദേഹം ഒരു മല്ലു മുസ്ലിം ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് പെട്ടിട്ടുള്ള അദീല അബ്ദുള്ള പരാതി കൊടുത്തില്ല, പകരം അവർ ഇൻ്റലിജൻസിനെയൊക്കെ അറിയിച്ചിരുന്നു ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് പരാതിയല്ലാത്തത് കൊണ്ട്
ഇങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും പരാതി കൊടുത്തത് കൊല്ലത്തെ DCC സെക്രട്ടറിയാണ് കോൺഗ്രസിൻ്റെ, പ്രതിപക്ഷത്തിൻ്റെ പരാതിയാണ്, അതൊന്നും ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പരാതി കൊടുത്താൽ അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇത് മുടക്കിയത്. അത് തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ സിറ്റിയിലെ DCP ആയിട്ടുള്ള അദ്ദേഹമാണ് അന്വേഷിച്ചത്. അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അന്വേഷിച്ചാൽ തെളിയാൻ പോണില്ല, തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സർക്കാർ ഇവിടെ ഇരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് DCP അത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തത് ഈ ഹിന്ദു മല്ലു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പരാതി കൊടുത്തത്, അതായത് സ്വന്തം ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് അതൊരു കള്ളപ്പരാതിയാണെന്നാണ്. അതായത് വ്യാജമായിട്ട് അത്തരത്തിലുള്ളൊരു പരാതി കൊടുത്തു. ഈ വ്യാജമായിട്ടുള്ള പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ 1 കൊല്ലത്തേക്ക് വേണമെങ്കിൽ തടവിന് വിധിക്കാവുന്ന, മാക്സിമം തടവിന് വിധിക്കാവുന്ന 10,000 രൂപ ഫൈൻ ഈടാക്കാവുന്ന കുറ്റമാണ്. പക്ഷേ ചെയ്തത് നമ്മുടെ ഗോപാലകൃഷ്ണൻ ആയതുകൊണ്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് മുകളിൽ ജയതിലകും പിന്നെ അതിൻ്റെയും മുകളിൽ മന്ത്രിയും പിണറായി വിജയനും ഒക്കെ ഉള്ളത് കൊണ്ടിട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാതെ അദ്ദേഹം സുരക്ഷിതനായിരിക്കുന്നു എന്നാണ് നമുക്കറിയുന്നത്. കേരളത്തിലിപ്പോൾ അങ്ങനെയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ നിലവാരം എന്താണെന്ന് നോക്കാനായിട്ട് അതിൽ ആരൊക്കെയാണ് മറ്റേ പ്രധാനപ്പെട്ട സ്റ്റാഫുകളായി വരുന്നത് നോക്കിയാൽ മതി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ മോശമായി എന്ന് ചോദിച്ചാൽ ലോ ആൻഡ് ഓർഡറിലേക്ക് ഏറ്റവും മോശപ്പെട്ട ഉദ്യോഗസ്ഥരെ കീ പോസ്റ്റുകളിൽ നിയമിക്കുകയും കഴിവുള്ള മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ അകറ്റി നിർത്താനുമൊക്കെ പിണറായി വിജയൻ ഗവൺമെൻറ് ഗംഭീരമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് സിവിൽ സർവീസിലും അത് തന്നെ തുടരുന്നു. ഗോപാലകൃഷ്ണനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു കള്ളം പറയാൻ പോലും കൃത്യമായിട്ട് അറിയാത്ത സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടാണ് ഭരണം നടത്തുന്നത്. ഇനി ഇത് ഈ ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ നമ്മൾ കണ്ടേക്കണ. ഇവിടെ നേരത്തെ നമുക്കറിയാലോ 2019 ഓഗസ്റ്റ് 3 ബഷീർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പാവം ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഒരു കാറ് വന്ന് ഇടിച്ചിട്ടു. അതിൽ വഫ ഫിറോസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയോടൊപ്പം നമ്മുടെ പ്രമുഖനായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീരാം വെങ്കട്ടരാമൻ എന്നാണ്. അദ്ദേഹം ഇപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം വലിയ സ്റ്റാറായ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ വന്നു നിന്ന് മറ്റേ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ താഴേക്ക് വീഴുന്ന പ്രോഗ്രാമിലൊക്കെ 10 ലക്ഷം രൂപ അടിച്ച് സ്റ്റാറായി നിൽക്കുന്ന സമയത്താണ് രാത്രി അദ്ദേഹം വെള്ളമടിച്ച് കോൺ തെറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ മദ്യം കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവർ അറിയുന്നത്. കാരണം പരിശോധിച്ചത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. നമ്മളൊക്കെയാണ് പിടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പരിശോധിക്കണം. പക്ഷേ പിടിച്ചത് IAS കാരനായതുകൊണ്ട് അപ്പം തന്നെ SI സല്യൂട്ട് അടിച്ച് താങ്കൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം 2 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. അപ്പോഴേക്കും പരിശോധന നടത്തി വെള്ളമടിച്ചിട്ടുണ്ടല്ലോ എന്ന് പരിശോധിക്കാനുള്ള ടൈമൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ് 5 കൊല്ലമായിട്ട് നീട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നീട്ടിവെച്ച കേസിൽ കഴിഞ്ഞ ദിവസം വാർത്താ ചാനലിൽ പറഞ്ഞതുപോലെ ആ കേസിൽ അദ്ദേഹത്തിൻ്റെ വക്കീലിന് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതുകൊണ്ട് അത് വിചാരണ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ അതിഗംഭീരമായിട്ടുള്ളൊരു ഭരണമാണ് നമ്മുടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. മല്ലു ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗോപാലകൃഷ്ണൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതിനൊക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള പ്രശാന്ത് എന്ന് പറയുന്ന, നേരത്തെ കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന പ്രശാന്ത് ബ്രോ, അദ്ദേഹത്തിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുകയും അദ്ദേഹത്തെ ഇനി സർവീസിലിട്ട് ചവിട്ടിക്കൂട്ടുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് കലികാലമാണ്. ഈ കാലത്ത് ദുഷ്ടന്മാർ പരപോലെ വളരുകയും മറ്റേ സാധാരണക്കാരായ നല്ലവരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ അപമാനിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാരുണ്യവാനായിട്ടുള്ള പിണറായി ഭഗവാൻ നമ്മുടെ വളരെ ഗോപാലകൃഷ്ണൻ്റെ ലീലകളോട് അദ്ദേഹം ക്ഷമിച്ചിരിക്കുന്നു. ഈയിടെയായിട്ട് പിണറായി വിജയൻ ബൈബിൾ വായിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാപികളോടും പശ്ചാത്തപിക്കുന്നവരോടും ക്ഷമിക്കാൻ അദ്ദേഹം പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. കാരണം അവർക്കെതിരെ ചിലപ്പോൾ 153A രാജ്യദ്രോഹ കുറ്റമൊക്കെ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മിക്കവാറും നാട്ടിൽ കലാപമുണ്ടാക്കുന്നതിനൊക്കെ അദ്ദേഹം കേസെടുത്ത് കളയും. സ്വപ്ന സുരേഷും അതുപോലെ തന്നെ PC ജോർജിനുമെതിരെ കേസെടുത്തിട്ടുണ്ട്. നിരവധി മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കേസുകളൊക്കെ എടുത്ത് കൂട്ടുന്ന നമ്മുടെ പിണറായി വിജയനാണ് ഹിന്ദു മല്ലു ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അതിൻ്റെ പേരിൽ ഒരു വ്യാജ പരാതി കൊടുത്തിട്ടുള്ള ഗോപാലകൃഷ്ണനെയും സംരക്ഷിക്കുന്നത്. കലികാലം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ നവഭാഗം വിപ്ലവാഭിവാദ്യങ്ങൾ പിണറായി വിജയന്. എല്ലാവിധ ഭാവുകങ്ങളും. ഭരണം ഇങ്ങനെ തന്നെ തുടരട്ടെ.